പലപ്പോഴും നമ്മൾ വീട്ടിൽ ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാണ് ചാർജറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ റൂമിലോട്ട് പോവാണ്. പക്ഷേ റൂമിൽ എത്തിയിട്ട് നമ്മൾ ആകെ അന്തം വിട്ട് നിൽക്കുക. എന്താ, ഞാൻ എന്തോ എടുക്കാനാണല്ലോ റൂമിലോട്ട് വന്നത്, പക്ഷെ എന്താണെന്ന് ഞാൻ മറന്നുപോയി എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാനോ എന്തിനെങ്കിലും അടുക്കളയിൽ കിച്ചണിലോട്ട് എത്തുമ്പോൾ ചിലർ കാണാം ഫ്രിഡ്ജൊക്കെ തുറന്നിങ്ങനെ നിൽക്കും. ഞാൻ എന്തോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഫ്രിഡ്ജ് തുറന്നതെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇത് പലരും വന്ന് ചോദിക്കാറുണ്ട്, ഇത് എനിക്കെന്താ ഓർമ്മക്കുറവിൻ്റെ തുടക്കമാണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത് ഡോർവേ എഫക്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു പുതിയ എൻവയോൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്ന് നമ്മൾ മറ്റൊരു റൂമിലോട്ട് പോകുമ്പോൾ അവിടെയുള്ള പുതിയ കാര്യങ്ങൾ നമ്മൾ ബ്രെയിന് പ്രോസസ്സ് ചെയ്യാണ്. ആ സമയത്ത് നമ്മൾ മുമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ബ്രെയിന് ജസ്റ്റ് ഒന്ന് ടെമ്പററി ആയിട്ട് മറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. പിന്നെ തിരിച്ച് നമ്മൾ ഹാളിലോട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചാർജർ എടുക്കാനാണല്ലോ റൂമിലോട്ട് പോയത്, എനിക്കിപ്പോൾ ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാറുണ്ട്. ഇതിന് ഡോർവേ എഫക്റ്റ് എന്ന് പറയും. ഇത് നമ്മൾ സാധാരണമായിട്ട് കാണുന്നതാണ്. പക്ഷേ നിങ്ങൾ ഓർമ്മക്കുറവ് നിങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. ചിലപ്പോൾ പല മെഡിക്കൽ റീസൺസ് കാരണം, അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ തൈറോയിഡ് ബുദ്ധിമുട്ടുള്ളവർക്കോ അങ്ങനെ ഉള്ള മെഡിക്കൽ റീസൺസ് കാരണം ഈ ഓർമ്മക്കുറവ് കാണാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ദൈനംദിനത്തെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തശ്വിന ഫ്രം ഡോക്ടർ ഹിബ സരൂബെ ക്ലിനിക്, പെരിന്തൽമണ്ണ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഇതുപോലെയുള്ള ഓർമ്മക്കുറവ്, ഓർമ്മശക്തി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ കുറക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ഓർത്തെടുക്കാനും ഓർമ്മശക്തി കൂട്ടാനുള്ള ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും കുറച്ച് വയസ്സാകുന്ന സമയത്ത് ഓർമ്മക്കുറവ്, ചെറിയ ചെറിയ രീതിയിലുള്ള ഓർമ്മക്കുറവ് സ്വാഭാവികമാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും ഈ ഓർമ്മക്കുറവിൻ്റെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ നമ്മളെ യങ്സ്റ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല്, ഒരു ഷെഡ്യൂളൊക്കെയാണ്. പല കാര്യങ്ങളിലും നല്ല ഹറിബറി റഷായിട്ട് പോകുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ വിട്ടു പോകുന്നത്. അപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഓർമ്മക്കുറവ് വരുന്നത്? മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉറക്കക്കുറവ് എന്നുള്ളതാണ്. ഇപ്പോൾ രാത്രിയിൽ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടോ രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങും. നമ്മുടെ ബ്രെയിന് കൂടുതലായിട്ട് റീസെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് ബ്രെയിനും ബോഡി റിപ്പയർ മെക്കാനിസംസ് പലതും ഉറക്കത്തിൻ്റെ ടൈമിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് എണീക്കുകയും മതിയായ രീതിയിൽ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ മെക്കാനിസംസ് ഒന്നും മതിയായിട്ട് നടക്കില്ല. നമ്മൾ ഒരു ദിവസം മൊത്തം നമ്മൾ പഠിച്ച പുതിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ എക്സ്പീരിയൻസ് എല്ലാം ഈ മെമ്മറി കൺസോൾട്ടേഷൻ നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ഒരു കൃത്യമായ രീതിയിൽ ഒരു 7-8 മണിക്കൂർ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ മെമ്മറി കൺസോൾട്ടേഷൻ ഒന്നും നടക്കില്ല. നമ്മൾ പല കാര്യങ്ങളും വിട്ടുപോകും, മറന്നുപോകും. അപ്പോൾ ഒന്നാമത് ഉറക്കക്കുറവ്. രണ്ടാമത് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സ്, ആൻസൈറ്റി ഉള്ളവരിൽ ഭയങ്കര കോർട്ടിസോൾസിൻ്റെ അളവൊക്കെ നല്ല കൂടുതലായിരിക്കും. ഇത് നമ്മൾ ഈ മെമ്മറി സെൻറ്റർ ആയിട്ടുള്ള ഹിപ്പോ ക്യാമ്പസിനെ ബാധിക്കും. ഇത് ഓർമ്മക്കുറവിലോട്ട് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സസൈസ് മതിയായ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ ബോഡിയിൽ സർക്കുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബോഡിയിലെ ഓരോ പാർട്സിലോട്ടും ഈ ന്യൂട്രിയൻസ് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യണം. ഈ എക്സസൈസ് ചെയ്താലേ ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ ഓരോ പാർട്ടിലോട്ടും കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ എക്സസൈസ് കുറയുന്നതും അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത്, കൂടുതലായിട്ട് ഇതുപോലെ ഷുഗർ എല്ലാം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഏജിങ് കൂട്ടാണ്, ബ്രെയിനിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഏജിങ് കൂട്ടാണ്. ഇത്തരം ലൈഫ് സ്റ്റൈൽ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഓർമ്മക്കുറവ് വരാം. അതോടൊപ്പം തന്നെ ചില മെഡിക്കൽ കാരണങ്ങൾ കൊണ്ട് ഈ ഓർമ്മക്കുറവ് വരാം. ഇപ്പോൾ വൈറ്റമിൻ B12 ഈ ഞരമ്പിന് ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻ്റ് ആയവരിൽ ഇതുപോലെ ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ മറ്റ് സിംറ്റംസ് വരാം. ഈ കയ്യിൽ കാലിലുള്ള തരിപ്പ്, പെട്ടെന്ന് വായിൽ പുണ്ണ് വരുന്നത്, അതുപോലെയുള്ള
സിംറ്റംസ് കൂടെ കാണാം. അതോടൊപ്പം തന്നെ തൈറോയിഡ്, BP, ഡയബറ്റിസ് ഇവരിലൊക്കെ ഈ ന്യൂറോൺ ഹെൽത്തിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഈ ഓർമ്മക്കുറവ് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള ഉറക്കം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഉറങ്ങുക, ഒരു കൃത്യസമയത്ത് ഉറങ്ങുക, എണീക്കുക. നമ്മൾ മെമ്മറി കൺസോൾട്ടേഷൻ ആവശ്യമായിട്ടുള്ള ഒരു 7-8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഓൾറെഡി നമ്മൾ ജോലി സംബന്ധമായിട്ട് നമ്മൾ ഒരുപാട് സ്ക്രീൻ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ സ്ക്രീൻ ഉപയോഗം നിർത്തുക. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബോഡീനെ കൂടുതൽ അലേർട്ടാക്കുക, മൈൻഡിനെ കൂടുതലായിട്ട് അലേർട്ടാക്കുക ചെയ്യുന്നത്. അത് ഉറക്കക്കുറവിന് കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ മെമ്മറിനെ അത് ബാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ കൂടുതലായിട്ട് റീൽസ് കാണുക, അതുപോലെ കൂടുതലായിട്ട് വീഡിയോസ് കാണുമ്പോൾ നമ്മളെ അറ്റൻഷൻ സ്പാനിനെ അത് ബാധിക്കുന്നുണ്ട്, നമ്മളെ ഫോക്കസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകാനും അതുപോലെ തന്നെ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസ് അരമണിക്കൂർ നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഇപ്പോൾ നടത്തം പോലുള്ള എക്സസൈസുകൾ കൂടുതലായിട്ട് നമ്മൾ ദേഹം അനങ്ങുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സർക്കുലേഷൻ കൂടുകയും നമ്മുടെ മെമ്മറി കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രെയിനിന് പ്രത്യേകിച്ച് ഒരു ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനേ നമ്മുടെ ബ്രെയിനിന് ഒരു എഫിഷ്യൻസി ഉള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു റൂട്ടീൻ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനും ടൈം കിട്ടും. പക്ഷേ നമ്മൾ ഈ ഹറിബറി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് കിട്ടില്ല. പല കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഒരു കാര്യം മൾട്ടി ടാസ്കിംഗ് എന്നുള്ളത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്കിപ്പോൾ ഒരു ഇൻഡോർ ലൈഫാണ്, പുറത്തിറങ്ങി നമ്മൾ കൂടുതലായിട്ടൊരു കാര്യങ്ങളും ചെയ്യാറില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടും മിക്ക ആളുകളും ഒരു 90% ആളുകളും ഇൻഡോർ ലൈഫാണ് കൂടുതലായിട്ട് ഇതാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങിയിട്ടുള്ള ഈ സൂര്യപ്രകാശം കൊള്ളുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വൈറ്റമിൻ D കുറയാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ OPയിൽ പല പ്രശ്നങ്ങൾക്ക് ആയിട്ട് വരുന്നവരിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ D കുറവായിരിക്കും. ഒരു വൈറ്റമിൻ D ഒരു ഓൾ ഇൻ ഓൾ ഒരു വൈറ്റമിനാണ്. നമ്മളെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി, അതുപോലെ ബോൺ ഹെൽത്ത്, അതുപോലെ പല കാര്യങ്ങളിലും റിലേഷൻ ഉള്ള പോലെ തന്നെ നമ്മളെ മൈൻഡിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ D. അപ്പോൾ മതിയായ രീതിയിൽ സൂര്യപ്രകാശം കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ D കുറയും. അത് നമ്മളെ മാനസികമായിട്ടുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ഒരു കോൺസെൻട്രേഷൻ കിട്ടായ്മ, അതുപോലെ ഫോക്കസ് കിട്ടാത്ത പല അവസ്ഥയിലേക്കും വൈറ്റമിൻ D കുറവുള്ളവരിൽ വരാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ D ടെസ്റ്റ് ചെയ്തിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം സപ്ലിമെൻറ്റ്സ് എടുക്കുക. അല്ലെങ്കിൽ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ഫുഡിലൂടെയോ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ബ്രെയിനിനൊരു റൂളുണ്ട്, മസിൽസിനുള്ള പോലെ തന്നെ യൂസ് ഇറ്റ് ഓർ ലോസ് ഇറ്റ് എന്ന് പറയും. നമ്മൾ ബ്രെയിന് ഒരേ കാര്യം തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിന് കൂടുതലായിട്ടൊന്നും പഠിക്കുന്നില്ല, കൂടുതലായിട്ട് പുതുതായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ അതിൻ്റെ ഫങ്ഷന് കുറയും. പതുക്കെ നമ്മൾ ഈ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡെയിലി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ, ചെറിയ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാനോ, അതല്ലാന്നുണ്ടെങ്കിൽ കുറേ പസിൽസ്, അതുപോലെ ഗെയിംസ് ഉള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രെയിൻ ഒന്നും കൂടി കൂടുതലായിട്ട് എന്തൊക്കെയോ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുകയാണ്. അതുപോലെ പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബുക്ക് വായിക്കുമ്പോൾ പുതിയൊരു കാര്യത്തോട് നമ്മൾ കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബ്രെയിൻ ഒന്നുകൂടെ അതിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഓർമ്മശക്തി കൂട്ടാനും
നമുക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താണ്, കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ ചെറു മത്സ്യങ്ങൾ, അയില, മത്തി പോലെയുള്ള ചെറു മത്സ്യങ്ങൾ, അതുപോലെ തന്നെ വാൾനട്ട്, ബദാം, ചണവിത്തുകൾ, ഫ്ലാക്സ് സീഡ്സ്, ഇത് നിങ്ങൾ ബ്രെയിൻ റിപ്പയറിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കൊരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഈ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഇത്തരം ഭക്ഷണങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂബെറി ഇതുപോലെ തന്നെ ബ്രെയിൻ റിപ്പയറിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഭക്ഷണത്തിൽ ബ്ലൂബെറീസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി റിലേറ്റഡ് ഇഷ്യൂസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ചില ഫ്രൂട്ട്സുകൾ, ഇപ്പോൾ ആപ്പിള്, അതുപോലെ അനാറ്, പിന്നെ ചില ഹെർബൽ ടീസ് ഉണ്ട്, തുളസി ടീ ആയിട്ടൊക്കെ കുടിക്കുന്നത് ഇതുപോലെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കുകയും നിങ്ങളെ ബ്രെയിൻ റിപ്പയറിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഒന്നുകൂടെ ഡെവലപ്മെൻറ്റിനും ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാൻ, മെമ്മറി ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രഡീഷണലായിട്ട് ഉപയോഗിച്ച് വരുന്ന ബ്രഹ്മി, ശംഖുപുഷ്പം, ഇതിൻ്റെയൊക്കെ ടോണിക്സ്, അതൊക്കെ നമ്മൾ ബ്രെയിനിന് കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ നട്ട്സും ഫ്രൂട്ട്സൊക്കെ അങ്ങനെ റോ ആയിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്തി ആയിട്ട് രാവിലെയോ ഇപ്പോൾ ഈ ബദാമൊക്കെ നിങ്ങൾക്ക് പാലിൽ കുതിർത്ത് പിറ്റേ ദിവസം ഈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് ഒരു സ്മൂത്തി ആയിട്ട് ഷുഗർ കുറച്ച് നിങ്ങൾക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു ബ്രെയിൻ ബൂസ്റ്റ് ഡ്രിങ്ക് പോലെ ഇത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ കറക്റ്റ് ഒരു സർക്കുലേഷൻ ഉണ്ടെങ്കിലേ നമ്മുടെ ബോഡിയിലോട്ട് ഈ ന്യൂട്രിയൻസ് എല്ലാം കറക്റ്റായിട്ട് എത്തുള്ളൂ. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് എക്സസൈസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹെഡ് മസാജുകൾ ഡെയിലി ഒരു കോക്കനട്ട് ഓയിൽ ഒക്കെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിച്ചിട്ട് ഡെയിലി ഹെഡ് മസാജ് ചെയ്യുന്നതും ഈ ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് നമ്മളെ ബ്രെയിനിലോട്ട് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ മറവികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈഫ് സ്റ്റൈലിലൂടെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ അത് നല്ല രീതിയിൽ നിങ്ങളെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അതൊരു എന്തെങ്കിലും മെഡിക്കൽ കാരണങ്ങൾ കൊണ്ടാണോ, ഈ തൈറോയിഡ്, BP, ഡയബറ്റിസ് പോലെയുള്ള എന്തെങ്കിലും മെഡിക്കൽ കാരണങ്ങൾ ആണോ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു പ്രായമായവരിലാണെന്നുണ്ടെങ്കിൽ അൽഷിമേഴ്സ് പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുടെ സ്റ്റാർട്ടിങ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ ടിപ്സുകൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം എന്നിട്ടും നിങ്ങളെ മെമ്മറി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഓർമ്മക്കുറവിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ.